ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇക്കായും മോളും പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഹാഫ് ഡേ എന്നൊക്കെ പറയാം. ഒരു ഹാഫ് ഡേ ഉള്ളൂ, ഹാഫ് ഡേ വീഡിയോ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഡേ ഇൻ ലൈഫ് ആരെങ്കിലുമൊക്കെ കാണുമോ എന്നുള്ളതൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 400 സംതിങ് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ നമ്മളുടെ ലോങ് വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നെന്ന് അറിയുമ്പം തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കാപ്പി എന്ന് പറയുന്നത് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും ഉള്ളിക്കറിയാണ്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിക്കാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. പക്ഷേ പീച്ചാനൊക്കെ പാടായതുകൊണ്ട് വളരെ റെയറായിട്ട് മാത്രമേ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കുഞ്ഞിന് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ലൈഫ് സ്റ്റൈലൊക്കെ എല്ലാവർക്കും കാണാനൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണണം. എൻ്റെ കട റീൽസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇക്കായും മോളും പോയി. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മീനുണ്ട് കേട്ടോ. നമ്മളിവിടെ കൊല്ലത്ത് ഇതിന് പറയുന്ന ചാളയെന്നാണ്. ചാള നിങ്ങളവിടെയൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് ചാള കേട്ടോ. ചിലയിടത്ത് ഇതിന് മത്തിയെന്നും പറയും, പക്ഷെ ഇത് നമുക്ക് ചാളയാണ്, കുഞ്ഞൻ ചാളയാണ്. അപ്പോൾ ഇതൊന്ന് പൊരിക്കണം. പൊരിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊരിക്കട്ടെ, മസാലയൊക്കെ ചേർത്തിട്ട് തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നെ എടുത്തെടുത്ത് ആ ഒരു ചമ്മലൊക്കെ മാറി. എന്നാൽ ഇപ്പോഴും സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ചമ്മലാണ് ചെറിയ. ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഈ ശീലം? ഇതെന്ന് വെച്ചാൽ പാത്രം കഴിയതാണ് കേട്ടോ. ഇത് എനിക്ക് വെയിലത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇത് മേളിൽ കൊണ്ട് വെച്ചിട്ട് തരാം. താഴെയൊന്നും ഞാൻ വെക്കത്തില്ല കേട്ടോ, കാരണം പൂച്ചയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പൂച്ച ഇതിനകത്ത് കയറി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ മേളിൽ കൊണ്ടുപോയി വെക്കും. പക്ഷെ ഇത് കയറുന്നതൊരു ടാസ്ക്കാണ് കേട്ടോ. മേളിൽ കൊണ്ട് വെച്ചിട്ട് തരാം. ഭയങ്കര വെയിലാട്ടോ. നമുക്ക് താഴെ പോവാം. നമ്മളെ വീടിന് ചുറ്റും ഭയങ്കര മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ടെറസിലെല്ലാം മഴ പെയ്യുമ്പോൾ ആ ഇലകളെല്ലാം വീണ് അതാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഭയങ്കര ചൂട്. മേളിൽ പോയിട്ടൊന്ന് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും ഭയങ്കര ചൂട് കേട്ടോ. ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ മോളെ വിളിക്കാൻ പോകുന്ന സമയമായി. അതെല്ലാം അവിടെ കിടന്ന് ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അധികം സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് പോയി മോളെ വിളിച്ചിട്ട് വരാം. 12 മണിയാകുമ്പോൾ തന്നെ ആൾ കാത്തിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞ് നേരത്തെ വിളിക്കാൻ ചെല്ലണേന്ന്. അപ്പോൾ മോളെ വിളിക്കാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ മോളെ വിളിക്കാൻ പോകാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. മോളെ സ്കൂളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്തോളൂ.
കിട്ടുന്നുണ്ടോ? മോളുടെ സ്കൂളിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പ്രിൻസിപ്പളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്നത് എൻ്റെ ഇക്കാടെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. ഒരാൾ, മറ്റേത് ഫ്രണ്ടാണ്. അപ്പോൾ അടുത്താണ് ഇക്കാടെ വീട്, അടുത്താണ്, സ്കൂളിൻ്റെ അടുത്താണ് ഇക്കാടെ വീട്. ഇവിടുന്ന് കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ് വണ്ടി ഓട്ടിച്ച് പോകേണ്ടി വരും നമ്മുടെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഐഷുവിന് ആമിനാമാട് അങ്ങ് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറിയില്ല, നേരെ ഇനി പോരുന്നു. അങ്ങനെ ഐഷുമോളാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്, അവളിട്ട് ഷേക്ക് ചെയ്യും. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകാൻ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉറങ്ങും. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുന്നു ഇല്ലേ? ഇടിയപ്പമൊക്കെ വൈകിട്ട്. ഇപ്പൊ ചോറല്ലേ തിന്നണ്ടുള്ളൂ, പിന്നെ ഒരു ഇടിയപ്പം തിന്നുന്നത്. ഇടിയപ്പം വേണ്ട, ഇടിയപ്പത്തിന്റെ ആളാ. നമ്മുടെ ഉച്ചക്ക് ഇന്ന് കുറച്ച് വോളിയം കുറഞ്ഞോളാ. കേട്ടോ, മീൻ വറുത്തത്, ചമ്മന്തി, അവിയൽ, പിന്നെ ഇത് കാരക്കയാണ് കേട്ടോ. കാരക്ക നിങ്ങളുടെ അവിടെയൊക്കെ എന്തോ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇത് കാരക്കയാണ്. പിന്നെ നല്ല ഭയങ്കര കയർപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഉപ്പിലിട്ടിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. കാരക്ക ഞാൻ കടിച്ചിട്ട് വെക്കുക. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ കുപ്പിയിലിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരക്ക, നമ്മുടെ കൊല്ലത്തൊക്കെ കാരക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം വലിയ സ്പെഷ്യലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൂക്ക് വാരി കൊടുക്കുകയാണ്, അവൾ തന്നെ കഴിച്ച് ശരിയാകാത്തതുകൊണ്ട് ഞാൻ നമുക്ക് വാരി കൊടുക്കാം കേട്ടോ. കേട്ടോ വഴുതനങ്ങയുടെ അരിയാ നടാൻ പോകുന്നത്. ഒരു ഉച്ചയുറക്കം പാസ്സാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഐഷുവിന് ഉറങ്ങുന്നില്ല, ഐഷുവിന് ഉറങ്ങണ്ട. അങ്ങനെ ഞാൻ വിചാരിച്ച നിൽക്ക കുറച്ച് നമുക്ക് വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മിച്ച് കുറച്ച് നമ്മുടെ ഈ ചെറിയ കാന്താരി ഉണ്ടല്ലോ, അത് തന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമിച്ചാണ് കുഴിച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഐഷു എൻ്റെ കൂടെ നിന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തുള്ള വീഡിയോ, അതായത് ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇട്ടാൽ ഒരുവിധം ആളുകൾ ഇരുന്ന് കാണും, കാരണം ബോറടിപ്പിക്കാതിരുന്ന് കാണും. ഇതെനിക്ക് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറത്തുള്ളൂ. കാരണം ഞാൻ ആദ്യമൊക്കെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇട്ടപ്പം 400, 500, 600 അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യൂസാണ് കേട്ടോ. ലക്ഷങ്ങളൊന്നുമില്ല, എന്നെ സംബന്ധിച്ച് അത് ലക്ഷം വ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതും അതേ കണക്ക് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. നമ്മൾ കുഴിച്ച് വെച്ച ചെടിയാണ് ഇതൊക്കെ. ചായ ഇട്ടിട്ടുണ്ട്, ചായയും ഇത് കഴിഞ്ഞ ഉടനെ ഐഷുമോളെ ഇനി മദ്രസ കൊണ്ടാക്കണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ ലൈഫ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു ജീവിതം. വാപ്പിച്ചിയുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ വാപ്പിച്ചിയില്ല. അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിൽ മിക്കവാറും ഇക്ക കാണത്തില്ല. അങ്ങനെ മോളെ ഞാൻ മദ്രസയിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്കിപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല കേട്ടോ. ഈ വ്ളോഗൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ എടുക്കുന്നതിൻ്റെ ടെൻഷനും ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന ഇതുവരെയായിട്ട് എനിക്ക് മാറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.